ഇതേ സമയത്താണ് വീഡിയോ കോൾ സ്ക്രീനിലൂടെ ജയത്രീനെ ബോസ് കാണാൻ ഇടയാകുന്നത്. ഇതും കൂടെ കണ്ടതോടെ ബോസിനാകെ കലി കയറുകയാണ്. ബോസ് പറയുകയാണ്, ഇങ്ങനെ കമ്പനിയുടെ അറിവില്ലാതെ നിർമ്മിക്കുന്നത് കമ്പനിക്ക് എതിരാണ്. അതുകൊണ്ട് തന്നെ ജോയുടെ റിസർച്ച് സെന്റർ പൂട്ടാനായി ആളുകൾ അവിടെ എത്തും എന്ന് പറഞ്ഞ് ബോസ് കോൾ കട്ട് ചെയ്തു പോവുകയാണ്. ഇത് കേട്ടതും ജോയ്ക്ക് ആകെ ദേഷ്യം വരികയാണ്. അവൻ വേഗം തന്നെ പുറത്തുനിന്നും ആരെങ്കിലും ലാബിലേക്ക് വരാതിരിക്കാനുള്ള സജ്ജീകരണങ്ങൾ ചെയ്യുന്നു. ഇതേ സമയത്താണ് ആർക്കൈവിലൂടെ വൈഫിന്റെ കോൾ വരുന്നത്. നേരത്തെ പറഞ്ഞിരുന്നല്ലോ, മരിച്ചുപോയ വൈഫിന്റെ ഇമോഷൻസും ഫീലിങ്സും മെമ്മറീസും എല്ലാം ഈ ഒരു ഡിവൈസ് വഴി സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വൈഫിന്റെ കോൾ ആർക്കൈവ് എന്ന ഡിവൈസിലേക്ക് വരുന്നത് പോലെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ജോയുടെ ഒരു മനസ്സമാധാനത്തിന്. കാരണം ജോയ്ക്ക് തന്റെ വൈഫിനെ അത്രയും ഇഷ്ടമാണ്. അങ്ങനെ വൈഫിന്റെ കോൾ വരുന്ന സമയത്ത് ജോ ഭയങ്കര ബിസി ആയിരുന്നു. അതുകൊണ്ട് തന്നെ ജയത്രിയാണ് കോൾ എടുക്കുന്നത്. ഇത് അവരുടെ ലാസ്റ്റ് കോളാണെന്നും സിസ്റ്റം എക്സ്പയർ ആവാൻ പോവുകയാണ് എന്നും ഇത് ജോയുടെ വൈഫാണ് എന്നുകൂടി അറിയാവുന്ന ജയത്രി ജോയോട് തന്റെ മനസ്സിലുള്ള പ്രണയം കാരണം ജോയുടെ വൈഫിനോട് പറയുകയാണ്, നിങ്ങൾ ഇനി ജോയെ പറ്റി ആലോചിച്ച് വിഷമിക്കണ്ട, ഇനി ജോയുടെ എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ. ഇത് കേട്ട് അങ്ങോട്ടേക്ക് വരുന്ന ജോ ജയത്രിയോട് ദേഷ്യപ്പെട്ട് ആ കോള് വാങ്ങി വൈഫിനോട് സംസാരിക്കുകയാണ്.